സോ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആംഗുലർ വെലോസിറ്റിയുടെ ടേംസിൽ. അതായത് നമുക്ക് തീറ്റ ഇസിക്കൽ ടു ഒമേഗ ടി എന്നറിയാം. അതായത് ഒമേഗ ഇസിക്കൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഇപ്പോൾ ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റി യൂണിഫോം എന്ന് പറയുന്നതാണ് തീറ്റ ഇസിക്കൽ ടു ഒമേഗ ടി. അതായത് ഒമേഗ ഇസിക്കൽ ടു ഡി തീറ്റ ബൈ ഡി ടി, അല്ലെങ്കിൽ ഒമേഗ ഇസിക്കൽ ടു തീറ്റ ബൈ ടി ആണ്. സോ അതിൽ നിന്ന് തീറ്റ ഇസിക്കൽ ടു ഒമേഗ ടി റേഡിയൻസ് എന്ന് എഴുതി. ഇനി നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ ആണ്. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. അതാണ് ഡി ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ ഇസിക്കൽ ആൽഫ ഇൻറ്റു ഡി ടി എന്ന് എഴുതി. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ചെയ്യുമ്പോൾ ഒമേഗ ഇസിക്കൽ ടു ഇൻ്റഗ്രൽ ഓഫ് ആൽഫ ഡി ടി എന്ന് കിട്ടും. സോ ആൽഫ ഡി ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഡി ടി വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ആൽഫ ഇൻറ്റു ടി പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഓൺ. ഇവിടെ ഈ ടൈം മാത്രമാണ് മാറുന്നത്. സോ ഡി ടി ഇൻ ടേംസ് ഓഫ് ഡി ടി ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയി മാറും. C1 is the constant of integration. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടൈം 0 ആകുമ്പോൾ ആംഗുലർ വെലോസിറ്റി എത്രയാവും? വെലോസിറ്റി ഉണ്ടോ പാർട്ടിക്കിളിന്? ടൈം ഇല്ല. വെലോസിറ്റി ഇല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ 0. സോ ഒമേഗ ഇസിക്കൽ ടു ഒമേഗ 0. ടൈം ഇല്ലാത്തതുകൊണ്ട് ആംഗുലർ വെലോസിറ്റി ഇല്ല, ഒമേഗ 0. സോ നമ്മളിവിടെ C1 കണ്ടുപിടിക്കാനായിട്ട് ഒമേഗയ്ക്ക് വരെ ഒമേഗ 0 ഇട്ട് കൊടുത്തു, ടിക്ക് വരും 0 ഇട്ട് കൊടുക്കും. സോ C1 വിൽ ബി ഈക്വൽ ടു ഒമേഗ 0. എന്നിട്ട് ആ ഇക്വേഷൻ എടുത്ത് മെയിൻ ഇക്വേഷനിൽ ചെയ്തു. സോ ഒമേഗ 0 ഇസ് ഈക്വൽ ടു ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ടി പ്ലസ് ഒമേഗ 0. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഒമേഗ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതാണ് ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഡി ടി എന്ന് ഇട്ടു. തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി ആണ്. അത് ഇതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് വിത്ത് റെസ്പെക്ട് ടു ഡി ടി വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 0 ഇൻറ്റു ടി പ്ലസ് ആൽഫ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ് ഇൻ്റഗ്രേഷൻ വരും C2. ഇനി ആ C2 കണ്ടുപിടിക്കാനായിട്ട് ടൈം 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് പാർട്ടിക്കിളിൻ്റെ? 0 ആയിരിക്കും. അതായത് ഒരു ടൈം ഇപ്പോൾ എടുക്കുന്നില്ല. അതായത് 0 ടൈമിൽ അതിന് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്യത്തുമില്ല. അപ്പോൾ എത്രയാണ്? 0 ആണ്. അപ്പോൾ അത് തീറ്റ 0 ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് ഒമേഗ 0യുടെ വാല്യൂ കണ്ടുപിടിക്കുക. C2ൻ്റെ വാല്യൂ ഇട്ട് കണ്ടുപിടിക്കുക. തീറ്റയ്ക്ക് 0, ടിക്ക് 0. അപ്പോൾ ഇവിടെ ടി 0, ഇവിടെ C2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ആൽഫ ടി സ്ക്വയർ ബൈ 2 പ്ലസ് ഇവിടെ 0 എന്ന് വരും. സോ തീറ്റ ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, അത് പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആൽഫ ഇസിക്കൽ ടു. ആൽഫ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇതെന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. സോ ഇതിനെ നമ്മൾ അടിയിൽ താഴെയും മുകളിലും ഡി തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ അവിടെ ഒമേഗ ഇട്ട് കൊടുത്തു. സോ അങ്ങനെ വരുമ്പോൾ എന്തോ നമുക്കിങ്ങനെ കിട്ടും. ആൽഫ ഇൻറ്റു ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി ഡബ്ല്യു എന്ന് കിട്ടും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് കിട്ടും? ആൽഫ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ 2 പ്ലസ് C3 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ. ആൽഫ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C3 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തപ്പോൾ ആംഗുലർ വെലോസിറ്റി എത്ര? അതും ഇല്ല. അത് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0. അതിൽ നിന്ന് C3യുടെ വാല്യൂ കണ്ടുപിടിച്ചു. C3 ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആൽഫ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ 2 മൈനസ് ഒമേഗ 0 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അതിൽ നിന്ന് 2 കോമൺ എടുത്തു. 2 കോമൺ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടു. സോ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആൽഫ തീറ്റ എന്നിട്ട് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. അപ്പോൾ ഒരു യൂണിഫോംലി ആക്സലറേഷൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി അല്ലേ? ഇവിടെ കണ്ടുപിടിച്ചു ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പുതിയൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ എന്ന് കണ്ടുപിടിച്ചു. അതിപ്പോൾ ഇവിടെ. അതേപോലെ തന്നെ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇവിടെ കണ്ടുപിടിച്ചു. തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ആൽഫ ടി സ്ക്വയർ ബൈ 2 ഇതാണ്. സോ ഈ 3 ഇക്വേഷൻസ് നമ്മൾ എഴുതി. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഒമേഗ സ്ക്വയറും കണ്ടുപിടിച്ചു. ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആംഗുലർ ആക്സിലറേഷൻ. ഇനി യൂണിഫോംലി റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്നത്. ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റിനാണ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ എല്ലാം ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഈ ആംഗുലർ ആക്സിലറേഷൻ വരുന്ന സ്ഥലം ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് ആവും. സോ ഈ രണ്ടാമത്തെ കേസിൽ റിട്ടാർഡേഷൻ വരുമ്പോൾ എന്താവും? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 മൈനസ് ആൽഫ ടി. കാരണം ആൽഫ മൈനസ് ആൽഫ. ഒമേഗ സ്ക്വയർ ഇസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് മൈനസ് 2 ആൽഫ തീറ്റ.
ഇവിടെ മൈനസ് ആൽഫ ടി സ്ക്വയർ. കാരണം ആൽഫ നെഗറ്റീവ്, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ വിൽ ബി നെഗറ്റീവ് ഡ്യൂറിങ് ആംഗുലർ റിട്ടാർഡേഷൻ. ഓക്കെ.